കാടുമരഹള്ളി നമ്മുടെ ഗോത്രം. സഹൃദയരെ, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, കാലത്തിൻ്റെ ഈ വലിയ അരങ്ങിലേക്ക് സ്വാഗതം. 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കൻ വൻകരയിലെ നക്ഷത്രങ്ങൾക്ക് കീഴിൽ ഒരു കൂട്ടം മനുഷ്യർ ഒത്തുചേർന്നു. അതായിരുന്നു ആദ്യത്തെ ഗോത്രം. അവിടെ നിന്നാണ് നമ്മൾ നടന്നു കയറിയത്. നമ്മൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തി, യുദ്ധങ്ങൾ ചെയ്തു. കേവലം അതിജീവനം മാത്രമായിരുന്നില്ല നമ്മളുടെ ലക്ഷ്യം, മറിച്ച് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക എന്നതായിരുന്നു. ഇന്ന് 2026 ആഫ്രിക്കയിൽ നിന്ന് മരങ്ങാട്ടുപള്ളിയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ മറ്റൊരു വലിയ വഴിത്തിരിവിലാണ്. സ്പേസ് ഏജിൽ നിന്ന് നമ്മൾ അൽഗോരിതം ഏജിലേക്ക് മാറിക്കഴിഞ്ഞു. കൃത്രിമ ബുദ്ധിയും വൻകിട കോർപ്പറേറ്റുകളും മനുഷ്യനെ വെറുമൊരു ഡേറ്റ മാത്രമാക്കി ചുരുക്കുന്ന കാലം. നമ്മുടെ ചിന്തകളെയും ശ്രദ്ധയും അവർ ഹൈജാക്ക് ചെയ്യുന്നു. ഒരു കാലത്ത് മനുഷ്യനും പ്രകൃതിയും ഒരേ ഭാഷ സംസാരിച്ചിരുന്നു. മരം വീടായിരുന്നു, കാട് വിദ്യാലയമായിരുന്നു, ഗ്രാമം സംസ്കാരത്തിൻ്റെ ശ്വാസം തന്നെയായിരുന്നു. അത്തരമൊരു ലോകത്തിൻ്റെ ഓർമ്മകളിൽ നിന്നാണ് കാടുമരഹള്ളി ജനിക്കുന്നത്. മരം എന്നത് ജീവൻ്റെ അടിത്തറ, കാട് മനുഷ്യനെ രൂപപ്പെടുത്തിയ ആദ്യ സർവകലാശാല. ഹള്ളി എന്നാൽ ഗ്രാമം, മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും വലിയ സംസ്കാരം. എന്നാൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു വലിയ സംസ്കാര യുദ്ധത്തിൻ്റെ നടുവിലാണ്. കിഴക്കും പടിഞ്ഞാറും ഏറ്റുമുട്ടുന്നു. കമ്മ്യൂണിസ്റ്റും ക്യാപിറ്റലിസ്റ്റും യുദ്ധത്തിലാണ്. ഹിന്ദുവും മുസ്ലിമും കത്തോലിക്കനും പ്രൊട്ടസ്റ്റന്റും, രാജ്യങ്ങളും അയൽക്കാരനും അവസാനം ബന്ധുക്കൾ പോലും തമ്മിൽ പൊരുതുന്നു. എന്നാൽ ഒരു ചോദ്യം ഉയരുന്നു: ഈ സംസ്കാരം ആരുടേതാണ്? ആരാണതിനെ നിർവചിക്കുന്നത്? ആരാണതിൻ്റെ കാവൽക്കാരൻ? ഈ ഏറ്റുമുട്ടലുകളുടെ ഇടയിൽ നാം മറന്നു പോകുന്നത് ഒരേ ഒരു സത്യമാണ്: സംസ്കാരം മനുഷ്യനെ രക്ഷിക്കാനുള്ളതാണ്, മനുഷ്യനെ വിഭജിക്കാനുള്ളതല്ല. ഇന്ന് പുതിയൊരു ശക്തി ലോകത്തെ മാറ്റി എഴുതുന്നു. AI, റോബോട്ടിക്സ്, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്, വെർച്വൽ റിയാലിറ്റി, ഗ്ലോബലൈസ്ഡ് മാർക്കറ്റ് പ്ലേസ് എല്ലാം ചേർന്ന് ഒരു ആഗോള സംസ്കാരം നിർമ്മിക്കുന്നു. എവിടെയും വിൽക്കാം, എന്തും വിൽക്കാം. എല്ലാവർക്കും ഒരേ ആഗ്രഹങ്ങൾ, ഒരേ സ്വപ്നങ്ങൾ, ഒരേ ഭയം. ഈ ആഗോള ഏകീകരണത്തിൻ്റെ തിരക്കിൽ നാം മറന്നു പോകുന്ന ഏറ്റവും വലിയ മൂല്യം മനുഷ്യ സംസ്കാരം. ഇതൊരു നാടകമല്ല, ഇതൊരു അന്വേഷണമാണ്. സംസ്കാരത്തിൻ്റെ ഭൂതകാലം, ഇന്നത്തെ ഭ്രാന്തമായ പ്രസൻറ്റ്. മനുഷ്യൻ നിർമ്മിക്കേണ്ട ഭാവി എല്ലാം ഒരേ വേദിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. മരങ്ങാട്ടുപള്ളിയിൽ നിന്നുയരുന്ന ഈ വേദി ലോകത്തോട് ചോദിക്കുന്നു: സംസ്കാരം വിപണിയാണോ? മതമായുധമാണോ? സാങ്കേതികവിദ്യ മനുഷ്യനെ രക്ഷിക്കുമോ? ഗ്രാമമായിരുന്നു അവൻ്റെ ആദ്യ ജനാധിപത്യം. അവിടേക്ക് തിരികെ നോക്കാതെ മുന്നോട്ട് പോകാനാകുമോ? മനുഷ്യ സംസ്കാരത്തിൻ്റെ രക്ഷയ്ക്കായി നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു: നമ്മൾ അൽഗോരിതങ്ങളല്ല, നമ്മൾ ചോരയും നീരുമുള്ള മനുഷ്യരാണ്, നമ്മൾ ഒരു ഗോത്രമാണ്. ഇന്ന് കാടുമരഹള്ളി അവർ ട്രൈബ് എന്ന ഈ വേദിയിൽ ചരിത്രത്തിലൂടെയുള്ള മനുഷ്യൻ്റെ ഈ യാത്രയെ നമ്മൾ പുനരാവിഷ്കരിക്കുകയാണ്, കലയിലൂടെ, പ്രതിരോധത്തിലൂടെ. നാഗരികതയുടെ ആദ്യകാലങ്ങളിൽ മനുഷ്യൻ ചെറിയ കൂട്ടങ്ങളിൽ നിന്ന് വലിയ സാമ്രാജ്യങ്ങളിലേക്ക് വളർന്നു. അധികാരം കൂടിയപ്പോൾ അവിടെ അഴിമതിയും കൂടി. അധികാരത്തിൻ്റെ ധാർഷ്ട്യത്തെ ചോദ്യം ചെയ്യാൻ സമൂഹത്തിനൊരു ശക്തി ആവശ്യമായി വന്നു. അതിനെ നമ്മൾ ധർമ്മം അല്ലെങ്കിൽ നീതി എന്ന് വിളിച്ചു. രാജാവിൻ്റെ കിരീടത്തെക്കാൾ വലുതാണ് ഒരു സാധാരണ സ്ത്രീയുടെ നീതിബോധം എന്ന് തെളിയിക്കപ്പെട്ട ചരിത്ര നിമിഷമാണത്. പുരുഷാധിപത്യ ഭരണകൂടത്തിനെതിരെ സത്യം കൊണ്ട് പോരാടിയ അമ്മ ദൈവം. ചിലപ്പതികാരത്തിലെ ആ അനശ്വര കഥ, അധികാരവും നീതിയും തമ്മിലുള്ള ആ പോരാട്ടം. സംഘകാലത്തിന് ശേഷം എഴുതപ്പെട്ട തമിഴിലെ ആദ്യ ഇതിഹാസ കാവ്യമാണ് ചിലപ്പതികാരം. ജൈന സന്യാസിയായ ഇളങ്കോവടികളാണ് രചയിതാവ്. അക്കാലത്തെ 3 തമിഴ് രാജ്യങ്ങളായ ചോള, പാണ്ഡ്യ, ചേര ദേശങ്ങളിലൂടെയാണ് കഥ നീങ്ങുന്നത്.
ചോളരാജ്യത്തെ കാവേരി പൂമ്പട്ടണത്തിലെ ധനികനായ ഒരു വർത്തക പ്രമാണിയുടെ മകളായിരുന്നു കണ്ണകി. ലക്ഷ്മി ഗുണശീലേ ശുഭഗുണശീലേ അരുന്ധതി വർണ്ണേ അതുല്യശുദ്ധേ. 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 നിന്നാടൊരു പൂമരം നിൻ കുലമൊരു പൂങ്കൊമ്പ് അതിൽ കനകവല്ലി നീ കണ്ണകേ കണ്ണകേ കണ്ണകേ. വിവാഹപ്രായമായപ്പോൾ ധാരാളം സമ്പത്ത് നൽകി അവളെ ഒരു ധനിക വ്യാപാരിയുടെ മകനായ കോവലന് വിവാഹം ചെയ്തു കൊടുത്തു. മദന സുന്ദര മുരുക സമാന മക്കാട്ടുവൻ സുത കോവല മംഗമാർ വാഴ്ത്തുന്ന മോഹനാംഗനെ മണിമലയണിയുന്ന കോമളാംഗനെ കോമളാംഗനെ കോവല. വിവാഹാനന്തരം അതിസുന്ദരിയും നർത്തകിയുമായ മാധവിയെ കണ്ട നിമിഷം തന്നെ തന്റെ ഭാര്യയായ കണ്ണകിയെ മറന്ന് കോവലൻ അവളിൽ പ്രണയാതുരനായി. வானின்றுலகம் வழங்கி வருதலால் தான் அமிர்தம் என்றுணர பாற்று. வானின்றுலகம் வழங்கி வருதலால் தான் அமிர்தம் என்றுணர பாற்று. அமிர்தம் என்றுணர பாற்று. அமிர்தம் என்றுணர பாற்று. സുന്ദരാംഗി മാധവി മദന കേളി ചതുര നൃത്തലോല ചാരുശീല മദന കേളി ചതുര മദന കേളി ചതുര. അങ്ങനെ മാധവി തന്റെ പ്രണയ ചതുരതയാൽ കോവലന്റെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കി. ദേവനും ദേവനാം നാഥ എൻ ജീവനും ജീവനാം കാന്ത നിൻ പദമലരന്റെ ജന്മം നിൻ സുഖ സൗഖ്യം എൻ കർമ്മം.
ഒടുവിൽ തന്റെ തെറ്റു മനസ്സിലാക്കി തിരികെ എത്തിയ കോവലനെ കണ്ണകി സ്വീകരിച്ചു. അവരുടെ ആകെയുള്ള സമ്പാദ്യം കണ്ണകിയുടെ രത്നങ്ങൾ നിറച്ച ചിലമ്പുകൾ മാത്രമായിരുന്നു. കണ്ണകി സ്വമനസാലെ തന്റെ ഒരു ചിലമ്പ് കോവലന് നൽകി. ഈ ചിലമ്പ് വിറ്റ് വ്യാപാരം നടത്തുവാൻ കോവലനും കണ്ണകിയും മധുരയ്ക്ക് പോയി. പാണ്ഡ്യരാജാവായ നെടുഞ്ചെഴിയനായിരുന്നു അക്കാലത്ത് മധുര ഭരിച്ചിരുന്നത്. മാന്യമഹാപ്രജകളെ, മധുരാപുരി രാജ്യത്തെ അധിപൻ പാണ്ഡ്യരാജൻ നെടുംചെഴിയൻ കൽപ്പിക്കുന്നതെന്തെന്നാൽ, കൊട്ടാരത്തിൽ നിന്നും മഹാറാണിയുടെ പൊൻചിലമ്പ് മോഷണം പോയിരിക്കുന്നു. നഷ്ടപ്പെട്ട ചിലമ്പ് കണ്ടെത്തി നൽകുന്നവർക്ക് 100 പൊൻപണം പാരിതോഷികമായി നൽകുന്നതാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ദുശകുനം ദുർനിമിത്തം വീതിയിലാകെ വിഘ്നം. ദുശകുനം ദുർനിമിത്തം വീതിയിലാകെ വിഘ്നം. ദുശകുനം ദുർനിമിത്തം വീതിയിലാകെ വിഘ്നം. ദുർബുദ്ധിയാം തട്ടാൻ ദുർവിധിയേകിയ ദുരവസ്ഥ. ദുർബുദ്ധിയാം തട്ടാൻ ദുർവിധിയേകിയ ദുരവസ്ഥ. ദുരവസ്ഥ ദാരുണ കൽപ്പന. രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ച തട്ടാൻ താൻ ചെയ്ത തെറ്റു മൂടിവെക്കാനും ചിലമ്പ് സ്വന്തമാക്കാനുമായി കോവലനെ കള്ളനാക്കി. കോവലനെ പിടികൂടിയ ഭടന്മാർ രാജകൽപ്പനയനുസരിച്ച് കോവലനെ വധിച്ചു. ഇതറിഞ്ഞ കണ്ണകി രാജാവിന്റെ മുന്നിൽ കോവലന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ പാഞ്ഞെത്തുന്നു. രാജസഭയിലേക്ക് അനുവാദമില്ലാതെ കടന്നു വന്ന ഇവളാര്? രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചെന്ന് കള്ളം പറഞ്ഞ് നിന്റെ ഭടന്മാർ തെരുവിലിട്ട് വധിച്ച കോവലന്റെ പത്നി കണ്ണകിയാണ് ഞാൻ. ചെങ്കതിരൊളി മിന്നും സർവസാക്ഷി സൂര്യദേവ, ചൊൽകെന്റെ കാന്തൻ കള്ളനാണോ? ചൊൽകെന്റെ കാന്തൻ കള്ളനാണോ? നോം കള്ളം പറഞ്ഞു വന്നു. അസംഭവ്യം. അഗതിക്കവലംബമാകേണ്ട മന്നവൻ അനുചിത വിധി ചൊല്ലിക്കൊന്നുവെന്നോ? ആലംബഹീനയാം പെൺമണിയെ വൈധവ്യമേകി തകർത്തുവെന്നോ? നാഥാ നാഥാ, ഇനി എന്റെ ജന്മമീതാർക്കു വേണ്ടേ? ഇനി എന്റെ കർമ്മമീതാർക്കു വേണ്ടേ? അഷ്ടദിക്പാലകർ കണ്ടു നിൽക്കേ, ആദിത്യദേവൻ തെളിഞ്ഞു നിൽക്കേ, അനീതിയാൽ ധർമ്മം മരിക്കുകയോ അധർമ്മം കൊടി കുത്തി വാഴുകയോ? അഴകുള്ള പാണ്ഡ്യ, അറിവുള്ള പാണ്ഡ്യ, ആകാശം മുട്ടേ പുകൾ പെറ്റ പാണ്ഡ്യ, അന്ധകാരത്തിലാണ്ടുപോയി നീ നീതി കെട്ട പാണ്ഡ്യ, നേരു കാണാതെ ശിക്ഷയേകി വിപരീത രാജനീതി. എങ്കിൽ പറയൂ കണ്ണകി, മഹാറാണിയുടെ മുത്തുകൾ നിറച്ച ചിലമ്പിന് പകരം സത്യം തെളിയിക്കാൻ നിന്റെ കൈവശം എന്താണുള്ളത്? രാജ്ഞിയുടെ ചിലമ്പിൽ മുത്താണെങ്കിൽ ഇതാ എന്റെ ചിലമ്പിൽ മാണിക്യമാണ്. മാണിക്യം. മാണിക്യമോ?
നിന്റെ ചിലമ്പിലോ മാണിക്യം? പരിഹസിക്കാതെ പാണ്ഡ്യ. രാജ്ഞിയുടെ മോഷണം പോകാത്ത ഇണച്ചിലമ്പെടുത്താലും. ആരവിടെ? നീ കാണുന്നില്ലേ അമൂല്യങ്ങളായ ഈ മുത്തുകൾ? കോവലന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ചിലമ്പുടയ്ക്കൻ. കണ്ടില്ലേ പാണ്ഡ്യ? മാണിക്യം, മാണിക്യമാണ് ചിതറിയത്. ഇനി എന്താണ് അങ്ങേക്ക് ന്യായീകരിക്കാനുള്ളത്? കണ്ണു തുറന്നു നോക്കൂ പാണ്ഡ്യ. ഇതാ എന്റെ ചിലമ്പിലെ മാണിക്യം. മന്നവാ കാൺകയെ മാണിക്യക്കല്ലുകൾ സത്യമെന്നാഥന്റെ കൂടെയല്ലേ. ധർമ്മം നശിച്ചൊരു നാടെന്നു കണ്ണകി സർവനാശം ശാപമേകിടുന്നു. അധർമ്മം കത്തേ നശിച്ചിടട്ടെ, അനീതിയെ അഗ്നി വിഴുങ്ങിടട്ടെ, അസത്യം വെണ്ണീറായിടട്ടെ. കത്തട്ടെ കൊട്ടാര കെട്ടും വീഥിയും, കത്തട്ടെ കത്തട്ടെ മധുരാപുരേ, കത്തട്ടെ കത്തട്ടെ മധുരാപുരേ. എൻ കാന്ത കോവലൻ കള്ളനല്ലെങ്കിൽ ഈ ചിലമ്പൻ ചിലമ്പാകയെങ്കിൽ, എൻ പാതിരത്തിൻ സത്യമെങ്കിൽ മധുരാപുരേ എന്നഗ്നിപുരേ. കണ്ണകിയുടെ പാതിവ്രത്യ ശക്തിയാൽ വെന്തെരിഞ്ഞ മധുരയിൽ കനത്ത ആൾനാശവും ധനനഷ്ടവുമുണ്ടായി. നഗരദേവതയായ മധുര മീനാക്ഷിയുടെ അപേക്ഷയനുസരിച്ച് കണ്ണകി തന്റെ ശാപം പിൻവലിച്ചു. എത്രയോ മുൻപ് മനുഷ്യൻ പാട്ടുപാടിയിരുന്നു. നരവംശ ശാസ്ത്രജ്ഞർ പറയുന്നത് ഭാഷ വികസിക്കുന്നതിന് മുൻപ് സംഗീതം ഉണ്ടായിരുന്നു എന്നാണ്. കാട്ടുതീക്ക് ചുറ്റുമിരുന്ന് ഗോത്രങ്ങളെ ഒന്നിപ്പിച്ചത് ആ ഈണങ്ങളായിരുന്നു. സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്ത് സമാധാനത്തിൻ്റെ ആദ്യത്തെ സാങ്കേതിക വിദ്യ സംഗീതമായിരുന്നു. വ്യത്യസ്തമായ സ്വരങ്ങൾ ചേർന്ന് ഒരൊറ്റ ഈണമായി മാറുന്ന അത്ഭുതം. നല്ലൊരു ലോകം സ്വപ്നം കാണാൻ, നമ്മുടെ മനുഷ്യപ്പറ്റ് വറ്റാതിരിക്കാൻ ഈ ഹാർമണി നമുക്ക് ആവശ്യമാണ്. സ്വാഗതം ചെയ്യാം നമ്മുടെ ഗായിക സംഘത്തെ. ഹൃദിക, തെരേസ, വൈഗ, ജേക്ക്, നിഹാൻ, റയാൻ, ദേവാൻശ്രീ, ഹെയ്സൽ, സ്തുതി, ആദിദേവ്, ജെയ്ഡൻ. നല്ലൊരു ലോകം പുലരുന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു. നല്ലത് മാത്രം കൂട്ടിന് കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. നല്ലൊരു ലോകം പുലരുന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു. നല്ലത് മാത്രം കൂട്ടിന് കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു.
പുതിയൊരു ലോകം പണിയുക നാം. നല്ലൊരു ലോകം പുലരുന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു. നല്ലതു മാത്രം കൂട്ടിന് കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. വീടിന് നല്ലവരാകുക, നാടിന് നല്ലവരാകുക. നാടും വീടും നന്നായാലേ മനസ്സുകളൊന്നാകൂ, മനസ്സുകളൊന്നാകൂ. നല്ലൊരു ലോകം പുലരുന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു. നല്ലതു മാത്രം കൂട്ടിന് കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ശബ്ദം കണ്ടെത്തി, പക്ഷേ നമുക്കൊരു ഹൃദയതാളം കൂടി ആവശ്യമായിരുന്നു. മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും പഴയ വാദ്യോപകരണം പെരുമ്പറയാണ്. യുദ്ധം പ്രഖ്യാപിക്കാനും വിളവെടുപ്പ് ആഘോഷിക്കാനും ദൈവത്തെ വിളിക്കാനും പൂർവികർ കൊട്ടും കുഴലും ഉപയോഗിച്ചു. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഇടിമുഴക്കമാണ് ചെണ്ട. ഇതൊരു അസുരവാദ്യമാണ്. ഇതിൻ്റെ ഓരോ അടിയിലും നമ്മുടെ പൂർവികരുടെ രക്തം തിളയ്ക്കുന്ന താളമുണ്ട്. ഡിജിറ്റൽ ലോകത്തെ നിശബ്ദതയെ തകർക്കാൻ ഈ താളത്തിന് കഴിയും. നമ്മുടെ ഗോത്രവീര്യമുണർത്താൻ 7ാം ക്ലാസ്സുകാരൻ അദ്വൈത് വേദിയിലെത്തുന്നു. സംസ്കാരത്തിൻ്റെ യഥാർത്ഥ മാറ്റൊരുക്കപ്പെടുന്നത് അതിൻ്റെ വളർച്ചയുടെ കാലത്തല്ല, മറിച്ച് അത് നേരിടുന്ന പ്രതിസന്ധികളുടെ ഘട്ടത്തിലാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി അധികാരമല്ല, അത് കരുണയാണ്. ആ ദിവസങ്ങൾ നമുക്ക് എങ്ങനെ മറക്കാനാകും? ഇരുണ്ട കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി, തോരാത്ത മഴ, കുതിച്ചുയർന്ന വെള്ളം, കൺമുമ്പിൽ വീടുകൾ അപ്രത്യക്ഷമായി, സാധാരണ ജീവിതം നിലച്ചു. വായുവിൽ നിശബ്ദമായ നിലവിളികൾ മാത്രം നിറഞ്ഞു നിന്നു. പക്ഷേ ആ കൂരിരുട്ടിലും നമ്മൾ വെളിച്ചം കണ്ടു. മനുഷ്യത്വത്തിൻ്റെ വിജയം. ജാതിയും മതവും മറന്ന് ഒരേ മനസ്സോടെ നമ്മൾ കൈകോർത്തു. പരസ്പര സഹകരണത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പുതിയൊരു ചരിത്രം നമ്മൾ എഴുതി. ഈ കഥ നമ്മോട് പറയുന്നത് ആരാണെന്നോ? മഡഗാസ്കറിലെ ലീമറുകളാണ്. ശ്രദ്ധിക്കൂ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, സമുദ്രങ്ങൾക്കും മുൻപ് മഡഗാസ്കറിനും നമ്മുടെ ഈ നാടും ഒന്നായിരുന്നു. ലീമുറിയ എന്ന വൻകര. കാലം കടന്നുപോയി, ഭൂഖണ്ഡങ്ങൾ അകന്നു മാറി, നമ്മൾ 2 കരകളിലായി. പക്ഷേ 2018 കേരളം മുങ്ങിത്താഴ്ന്നപ്പോൾ മഡഗാസ്കറിലിരുന്ന് ആ ലീമറുകൾ നമ്മെ നോക്കി ചിന്തിച്ചിട്ടുണ്ടാകണം,
നോക്കൂ, ഭൂമി പിളർന്ന് നമ്മൾ അകന്നെങ്കിലും ആ പഴയ ഗോത്രത്തിൻ്റെ സ്നേഹം ഇന്നും അവരിലുണ്ട്. പ്രളയം നമ്മളിൽ നിന്ന് പലതും കവർന്നെടുത്തു, ശരിയാണ്. പക്ഷേ ആ നമുക്ക് തിരിച്ചു തന്നത് നഷ്ടപ്പെട്ടു പോയെന്ന് നമ്മൾ കരുതിയ ആ പഴയ ഒന്നിക്കലായിരുന്നു. ലീമുറിയയിലെ പൂർവികർ സ്വപ്നം കണ്ടതുപോലെ 2018-ൽ, 2020-ൽ കോവിഡിൽ, 2024-ൽ വയനാടിൽ നമ്മൾ വീണ്ടും ഒരൊറ്റ ഗോത്രമായി മാറി. അതെ, കാടുമരഹള്ളി, വി ആർ വൺ ട്രൈബ്.
അതിന് സ്വയം സംരക്ഷിക്കാൻ അറിയണം. യുദ്ധം മനുഷ്യചരിത്രത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കേരളം ആ അക്രമത്തെ ഒരു കലയാക്കി മാറ്റി. അതാണ് കളരിപ്പയറ്റ്. ഇത് ആക്രമിക്കാനുള്ള വെമ്പലല്ല, മറിച്ച് അച്ചടക്കമാണ്. മെയ്ത്താരിയും കോൽത്താരിയും അങ്കത്താരിയും, ശരീരം തന്നെ കണ്ണാകുന്ന ഏകാഗ്രത. ആയോധന കലകളുടെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന കളരി മനുഷ്യൻ തൻ്റെ പോരാട്ട വീര്യത്തെ എങ്ങനെ ചിട്ടപ്പെടുത്തി എന്നതിൻ്റെ തെളിവാണ്. വെർച്വൽ അവതാരങ്ങളുടെ ലോകത്ത് യാഥാർത്ഥ മനുഷ്യ ശരീരത്തിൻ്റെ കരുത്ത് ഇവർ കാണിച്ചു തരുന്നു. പ്രതിരോധത്തിന്റെ ആ ശാസ്ത്രം നമുക്ക് കാണാം. എടപടി മാറടക്കി വലിഞ്ഞമർന്ന് വലത് കയറി കളരി തൊട്ട് വന്നിച്ച് കൈ നേരെ കൂപ്പിത്തൊഴുത് നിവർന്ന് വലതെടുത്ത് വലതുകൊണ്ട് നീക്കി ചവിട്ടി നിവർന്ന് ഇടതെടുത്ത് ഇടതുകൊണ്ട് നീക്കി ചവിട്ടി പന്തിയിട്ട് മുട്ടുതൊട്ട് മുയിപ്പ് തൊട്ട് കൈ നേരെ കൂപ്പിത്തൊഴുത് മുട്ടുതൊട്ട് മുയിപ്പ് തൊട്ട് കൈ നേരെ കൂപ്പിത്തൊഴുത് മുട്ടുതൊട്ട് മുയിപ്പ് തൊട്ട് കൈ നേരെ കൂപ്പിത്തൊഴുത് തൊട്ട് വന്നിച്ച് ഭൂമി വച്ച് വന്നിച്ച് നിവർന്ന് കൈ വെട്ടിച്ച് നിവർന്ന് കൈ കോർത്ത് പിടിച്ച് വലത് നേരെ എടുത്ത് വലതുകൊണ്ട് നീക്കി ചവിട്ടി നിവർന്ന് ഇടത് നേരെ എടുത്ത് ഇടതുകൊണ്ട് നീക്കി ചവിട്ടി വലത് കയറി കളരി തൊട്ട് വന്നിച്ച് കൈ നേരെ കൂപ്പിത്തൊഴുത് വലപറ മാറി ഇടത് കയറി വലത് കയറി കളരി തൊട്ട് വന്നിച്ച് കൈ നേരെ കൂപ്പിത്തൊഴുത് വലപറ മാറി ഇടത് കയറി വലത് കയറി കളരി തൊട്ട് വന്നിച്ച് കൈ നേരെ കൂപ്പിത്തൊഴുത് വലപറ മാറി ഇടത് കയറി വലത് നേരെ തിരിഞ്ഞാടി സൂചിക്കിരുത്തി നിവർന്ന് Kettigari fight or long stick fight uses a long flexible wooden staff or kettigari which is typically about 5 to 6 feet long. This style of combat emphasizes fluidity, dexterity and rhythm using sweeping, linear and circular movements for offense, defense and parry. Training develops coordination, reflexes, agility and a connection to the ancient traditions of Kalari fight.
നമ്മൾ പുറം ലോകം കീഴടക്കി. പക്ഷേ BC 500-കളോടെ മനുഷ്യചരിത്രത്തിൽ ഒരു മാറ്റം സംഭവിച്ചു. നമ്മൾ പുറത്തേക്കുള്ള നോട്ടം അവസാനിപ്പിച്ച് അകത്തേക്ക് നോക്കാൻ തുടങ്ങി. ഏറ്റവും വലിയ യുദ്ധം സ്വന്തം മനസ്സിനോടാണെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞു. മൃഗവാസനകളെ അതിജീവിക്കാനുള്ള മനുഷ്യൻ്റെ ശ്രമമാണ് യോഗ. ഇന്നത്തെ ഈ അറ്റൻഷൻ എക്കോണമി കാലത്ത് നോട്ടിഫിക്കേഷനുകളുടെ ബഹളങ്ങളിൽ നിന്ന് മാറി നിശ്ചലമായി ഇരിക്കാൻ കഴിയുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിപ്ലവം. ജീവിക്കാനുള്ള കല അഭ്യസിച്ചുകൊണ്ട് 3ഉം 4ഉം ക്ലാസ്സിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്നത് ഹൃതിക, തെരേസ, വൈഗ, ജേക്ക്, നിഹാൻ, റയാൻ, ദേവാൻഷി, ഹേസൽ, സ്തുതി, ആദിദേവ്, ജെയ്ഡൻ, കെവിൻ.
സംസ്കാരം വളർന്നപ്പോൾ സ്വയം വിമർശിക്കാനും ചിരിക്കാനും മനുഷ്യൻ പഠിച്ചു. അവിടെയാണ് ആക്ഷേപഹാസ്യത്തിൻ്റെ ജനനം. നൂറ്റാണ്ടുകളോളം കല എന്നത് അമ്പലങ്ങൾക്കുള്ളിലും കൊട്ടാരങ്ങളിലും പൂട്ടിയിട്ടിരുന്നു. അതിനെ സാധാരണക്കാരൻ്റെ മുറ്റത്തേക്ക് ഇറക്കിക്കൊണ്ടുവന്ന വലിയ വിപ്ലവമായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടംതുള്ളൽ. അധികാരവർഗത്തെ നോക്കി പരിഹസിക്കാൻ ഒരു വിദൂഷകന് മാത്രമേ കഴിയൂ എന്ന് നമ്പ്യാർ തെളിയിച്ചു. വ്യാജവാർത്തകളുടെ ഈ കാലത്ത് സമൂഹത്തെ തിരുത്തുന്ന പഴയ സോഷ്യൽ മീഡിയ ആയിരുന്നു തുള്ളൽ. ഘോഷയാത്രയുടെ കഥയുമായി നമ്മുടെ കലാകാരന്മാരെത്തുന്നു. കുംഭീന്ദ്രൻ പോലെ വക്രം കുടവയറുമിയെന്നോരു ചാരുസ്വരൂപം മുൻപിൽ ശ്രീ പാർവതിക്കും ശിവനുമിക പിറന്നൊരു ഓമലുണ്ണി ഗണേശ. വൻപിച്ചുള്ളോരു വിഘ്നം വിരവിനോടഖിലം തീർത്തു രക്ഷിച്ചുകൊള്ളുവാൻ വൻപേറും തമ്പുരാനെ തവ പദകമലം സന്തതം കൈതൊഴുന്നേൻ. വൻപേറും തമ്പുരാനെ തവ പദകമലോ സന്തതോ കൈതൊഴുന്നേൻ. വാണീ ദേവി വിളങ്ങണം മമ സദാ ജിഗ്വാർക്കരങ്കേ മുത ജീമാപാണിയിലാറി നാദമൃതം കർണേ ചൊരിഞ്ഞിടുവാൻ ഏണീചാപവിലോചനേ ദേവി മനതളിർക്കുള്ളോരു ഖേദങ്ങളോ ക്ഷീണോ പോക്കിയുടൻ മഹേശ്വരി സദാ രംഗേ വിളങ്ങേണമേ. ക്ഷീണം പോക്കിയുടൻ മഹേശ്വരി സത്താരംഗേ വിളങ്ങേണം. ഗുരുചരണാം പൂച്ച യുഗളമുദാരം ഗുരുചരണാം പൂച്ച യുഗളമുദാരോ പരിചരണേന വണങ്ങി വണങ്ങി പരിചരണേന വണങ്ങി വണങ്ങി പരിചൊടു നല്ലൊരു കഥ പറവാൻ മുത പരിചൊടു നല്ലൊരു കഥ പറവാൻ മുത പരിഷതി ജ്ഞാനിതാ പരിഷതി ജ്ഞാനിതാ പരിഷതി ജ്ഞാനിതാ വർത്തിക്കുന്നേൻ. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ. നന്നായി വരുവതിനെല്ലാ ജനവും നമ്മെ അനുഗ്രഹമേകിടേണം. നന്നായി വരുവതിനെല്ലാ ജനവും നമ്മെ അനുഗ്രഹമേകിടേണം. ഈ നമ്മെ അനുഗ്രഹമേകിടേണം. കാലം ദുര്യോധരനും
ചൊൽക്കൊണ്ടാനുജന്മാരും അക്കാലം ദുര്യോധനനും ചൊൽക്കൊണ്ടാനുജന്മാരും അക്കാമജൻ കർണനും ധിക്കാരി ശകുനിയും അർക്കാത്മജൻ കർണനും ധിക്കാരി ശകുനിയും ഉൾക്കാമ്പിലുള്ള വൈരം ഒക്കെ പ്രകാശിപ്പിച്ചു ഉൾക്കാമ്പിലുള്ള വൈരം ഒക്കെ പ്രകാശിപ്പിച്ചു അന്നത്തിലൊരു ദിക്കിൽ ഒക്കെ തിരഞ്ഞുകൂടി തക്കത്തിലൊരു ദിക്കിൽ ഒക്കെ തികഞ്ഞുകൂടി അന്നത്തിലുള്ള പൂരിൽ മുൻരാമ്പിൽ വന്നിരുന്നു പൊക്കത്തിലുള്ള പുരി പുക്കാശു ചെന്നിരുന്നു അകത്യങ്ങളും ചെയ്തു സൽകൗതുകവും പൂണ്ടു സൽക്കാരങ്ങളും ചെയ്തു സൽകൗതുകവും പൂണ്ടു സൽക്കാരങ്ങളും ചെയ്തു സൽകൗതുകവും പൂണ്ടു നിൽക്കുന്ന കർണനുടെ വാക്കുകൾ നിൽക്കുന്ന കർണനുടെ കൈക്കു പിടിച്ചു നിൽക്കുന്ന കർണനുടെ കൈക്കു പിടിച്ചു മല്ലേ പല പല വാക്കുകളുര ചെയ്തു ചിക്കുന്നു പല പല വാക്കുകളുര ചെയ്തു ഭീമസേനൻ തോക്കുമെന്നിത്ര ൂക്കുള്ള ഭീമസേനൻ തോൽക്കുമെന്നിത്ര നാളും ഈ ആർക്കും നിന്നവില്ലേതും ഇക്കാലം സാധിച്ചല്ലോ വണ്ണൻ വാഴ കണക്ക തടിച്ചൊരു ആ വണ്ണൻ വാഴ കണക്ക തടിച്ചൊരു പൊണ്ണൻ മാരുതിമലയുടെ മൂട്ടിൽ വിശന്നു കലർന്ന് കണ്ണുമയങ്ങി വിശന്നു തളർന്ന് കണ്ണുമയങ്ങി കണ്ണുമയങ്ങി വിശന്നു വിശന്നു കലർന്ന് തളർന്ന് കണ്ണുമയങ്ങി വിശന്നു തളർന്ന് കണ്ണുമയങ്ങി വിശന്നു തളർന്ന് ആ കണ്ണുമയങ്ങി വിശന്നു തളർന്ന മണ്ണിൽ മലർന്നു കിടന്നുഴലുന്നത് എന്തൊരു കണ്ടു ഈ കണ്ണുകൾ കൊണ്ടതു കണ്ടു രസിപ്പാൻ കൗതുകമേകി കണ്ണുകൾ കൊണ്ടതു കണ്ടു രസിപ്പാൻ കർണ കൗതുകമിയലുന്നില്ലേ ഒരുത്തനെ സുന്നത് ഓട്ടന്മാരിൽ ഒരുത്തനെ വിരവോട് നിന്നിലുമെന്തി ഓട്ടന്മാരിൽ ഒരുത്തനെ വിരവോടു വിട്ടിടുക നാമെങ്കിലിതാനീ അവരുടെ ഗോഷ്ഠികൾ കാട്ടിൽ ചെന്നവൻ അവരുടെ ഗോഷ്ഠികൾ ഒത്തറിയാതെ ഗ്രഹിച്ചു വരേണം കാട്ടിൽ ചെന്നവൻ അവരുടെ ഗോഷ്ഠികൾ ഒട്ടൊഴിയാതെ ഗ്രഹിച്ചു വരേണം നടക്കുന്നവരുടെ പട്ടിണിയിട്ടു നടക്കുന്നവരുടെ ശം കേട്ട് രസിപ്പാൻ പട്ടിണിയിട്ടു നടക്കുന്നവരുടെ ചട്ടവശേഷം കേട്ടു രസിക്കണം ഒട്ടും താമസമരുതരുതനിക ഒട്ടും താമസമരുതരുതനിക വട്ടം കൂട്ടുക വടിവൊടുകർണ കോട്ടമതല്ല ഓട്ടനയുടനെ കൊട്ടമതല്ലാതോട്ടനയുടനെ കാട്ടിനു പോകാൻ വിട്ടിടുക നീ നന്നായി വകതിരിവുള്ളൊരു പുരുഷനെ ഇന്നു നിയോഗിച്ചിടണം അതിനായി നന്നായി വകതിരിവുള്ളൊരു പുരുഷനെ ഇന്നു നിയോഗിച്ചിടണം അതിനായി ആളുകളുണ്ട് ഇങ്ങനെ ഒന്നും തിരിയാത്ത ആളുകളുണ്ടിക അവർ എന്തിനു കൊള്ളാം ഒന്നും തിരിയാത്ത ആളുകളുണ്ട് മണ്ടന്മാർ അവരെന്തിനു കൊള്ളാം തിന്നുമുട്ടിപ്പാനല്ലാതവരാൽ 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 എനിക്കൊരു ലാഭം ഇങ്ങനെ തിന്നുമുടിപ്പാനല്ലാതവരാൽ ഒന്നും എനിക്കൊരു ലാഭവുമില്ല മണിമാരുടെ വീടുകൾ കറ്റക്കുഴൽമണിമാരുടെ വീടുകൾ കറ്റക്കുരമണിമാരുടെ വീട് ഈ കറ്റക്കുഴൽമണിമാരുടെ വീടുകൾ ആ കറ്റക്കുഴൽമണിമാരുടെ വീടുകൾ പറ്റി പകടി പറഞ്ഞു രസിക്കണം ഈ മടിയന്മാരവർ ജനമുണ്ടി മടിയന്മാരവർ പല ജനമുണ്ടി കുടിയന്മാരവർ ഒന്നിനുമാകാം ഏറുകൊടുപ്പാൻ തോന്നും എനിക്ക്
കണ്ടാൽ ഏറുകൊട്ടുപ്പാൻ തോന്നും എനിക്ക് പോറകളുടെ ധിക്കാരം കണ്ടാൽ. തോണിക്കടന്നാൽ തുഴകൊണ്ടെന്ന് തോണിക്കടന്നാൽ തുഴകൊണ്ടെന്നൊരു നാണയമുള്ളത് പോസ്റ്റല്ലേതോ ഒരു നാണയമുള്ളത് പോസ്റ്റല്ലേതോ. മംഗളമീ കഥ കഥനോ ചെയ്താൽ മംഗളമനവധി വന്നു ഭവിക്കോ. നാരായണ ജയ നാരായണ ജയ കൃഷ്ണ ശരണോ ശരണോ അച്യുതനേ അരവിന്ദാക്ഷ ജയ അച്യുതനേ അരവിന്ദാക്ഷ ജയ അക്കടൽ വർണ്ണ ശരണോ ശരണോ അക്കടൽ വർണ്ണ ശരണോ ശരണോ. ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയും അതേസമയം ഏറ്റവും വലിയ ദുരന്തവും എന്താണെന്നോ? അബ്രഹാമിൻ്റെ മക്കൾ, ഒരേ പിതാവിൻ്റെ മക്കൾ, കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായി അവർ തമ്മിലടിക്കുകയാണ്. എന്തിനാണെന്നോ? ദൈവത്തിന് നമ്മളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്നറിയാൻ. ഒരേ പിതാവിനെ അവർ പല പേരിട്ട് വിളിച്ചു. എന്നിട്ട് ആ പേരുകളുടെ പേരിൽ വാളെടുത്തു. പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമി മുതൽ തകർന്നു വീണ വേൾഡ് ട്രേഡ് സെന്റർ വരെ എന്തൊരു ദുരന്തമാണിത്. ഇന്ന് ജിഹാദും കാഫിറും ചേർന്ന് ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും ജനാധിപത്യത്തെയും തീരുമാനിക്കുന്നു. ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും യമനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അത് ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും കോട്ടയത്തേക്കും ഒടുവിൽ നമ്മുടെ കൊച്ചു ഗ്രാമമായ മരങ്ങാട്ടുപിള്ളിയിലേക്കും എത്തിയിരിക്കുന്നു. അത് നമ്മുടെ പള്ളികളിലേക്കും വീടുകളിലേക്കും അവസാനം നമ്മുടെ ഹൃദയങ്ങളിലേക്കും കടന്നു കയറിയിരിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ കൊല്ലുന്നു. എന്തിന്? എനിക്ക് സ്വർഗത്തിൽ പോകണം. പക്ഷെ ഏത് സ്വർഗം? ഈ ഭൂമിയെ നരകമാക്കിയിട്ട് സ്ത്രീകളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയിട്ട് നിങ്ങൾ ഏത് സ്വർഗവാതിലിൽ പോയി മുട്ടാനാണ്? കരുണാമയനായ ദൈവം നിങ്ങൾക്ക് വാതിൽ തുറന്നു തരുമെന്ന് കരുതുന്നുണ്ടോ? ഇന്ന് ഈ നിമിഷം ഈ ഭൂമിയിൽ സ്വർഗം തീർക്കാൻ കഴിയാത്തവൻ കാപട്യക്കാരനാണ്. അവൻ സ്വാർത്ഥനാണ്. അവൻ മൃഗത്തെക്കാൾ ക്രൂരനാണ്. ഈ വെറുപ്പിൻ്റെ ലോകത്താണ് സൂഫിസം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒരു ഔഷധമായി എത്തുന്നത്. സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ആത്മീയതയുടെയും താളം ഇവിടെ ചലനങ്ങൾ ധന്യമാക്കുന്നു. കല എന്നത് ദൈവത്തിലേക്കുള്ള ഐക്യത്തിലേക്കുള്ള വഴിയാകുന്നു. സ്ഥലകാലങ്ങൾക്കതീതമായി ആത്മാവ് തേടുന്ന സമാധാനവും ബാലൻസും ഈ ചുവടുകളിലുണ്ട്. വരൂ, ആ കറങ്ങുന്ന ചുവടുകളിലേക്ക് നമുക്ക് വെറുപ്പിനെ മറയ്ക്കാം. സ്നേഹത്തിൻ്റെ ആ ലോകത്തേക്ക്, ശാന്തതയുടെ ആ ഇടത്തിലേക്ക് നമുക്ക് ലയിക്കാം. दिल को थक ली सांस पे सांस, खामोश लब अंदर तेरा नाम। सुबह की हल्की रोशनी में दिल से उठता है कलाम। हर धड़कन के दरमियां खुद ही बनता है तेरा नाम। अल्लाह दिल की राहत भूखा जुनून, हर दर्द पिघल जाए। अल्लाह अल्लाह बस तू ही तू। तेरे रास्ता कमजोर कदम, तू सहारा, तू ही इमदाद। जितनी कमी है मेरे अंदर उतना ज्यादा तेरा फैज़-ओ-नूर। अल्लाह अल्लाह
गिरते गिरते सीखा यार अब सर को सजने में रखना, तेरे नाम को भूल के तेरे कुर्ब में हर सांस में तू ही रहना। तेरा जिक्र सुकून, दिल की राहत, रूह का जुनून, हर दर्द पिघल जाए बस तू ही तू यारे याना। മിത്തുകളിൽ നിന്ന് സാമ്രാജ്യങ്ങളിലേക്കും താളത്തിൽ നിന്ന് യുദ്ധത്തിലേക്കും നമ്മൾ സഞ്ചരിച്ചു. പക്ഷേ മനുഷ്യ നാഗരികതയുടെ ഏറ്റവും ഉയർന്ന ഘട്ടം പിരമിഡുകളോ കൊട്ടാരങ്ങളോ അല്ല, അത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന ആശയമാണ്. ചരിത്രം എപ്പോഴും എഴുതുന്നത് ജയിച്ചവരാണ്, പക്ഷേ ചരിത്രം തിരുത്തുന്നത് തോൽക്കാൻ മനസ്സില്ലാത്ത വിമതരാണ്. സ്വന്തം ശരീരം തൻ്റേത് മാത്രമാണെന്നും അത് ഭരണകൂടത്തിന് നികുതി പിരിക്കാനുള്ള ഉൽപ്പന്നമല്ലെന്നും പ്രഖ്യാപിച്ച ചേർത്തലയിലെ നങ്ങേലി, മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായം. അപമാനത്തിൽ നിന്ന് അഭിമാനത്തിലേക്ക് ഒരു ജനതയെ നയിച്ചവൾ. സമത്വത്തിന് വഴിവെട്ടിയ ആ ത്യാഗത്തിന് മുൻപിൽ നമുക്ക് തലകുനിക്കാം. നങ്ങേലി നൃത്തശില്പം. ഇത് ചരിത്രത്തിന്റെ ഏടുകളിൽ തമസ്കരിക്കപ്പെട്ടവന്റെ വിലാപമല്ല. ഇത് അധികാരത്തിന്റെ സിംഹാസനങ്ങളെ പിടിച്ചുലച്ച ഒരു പെണ്ണിന്റെ ആത്മബലിയുടെ കഥയാണ്. കാലം 19-ാം നൂറ്റാണ്ട്. സഹ്യപുത്രന്റെ മണ്ണിൽ മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന, തുന്നിച്ചേർത്ത വസ്ത്രങ്ങളെക്കാൾ കൂടുതൽ മുറിവുകൾ ഉടലിൽ ചുമക്കേണ്ടി വന്ന ഒരു ജനതയുടെ വേദന നിറഞ്ഞ കഥ. അടിമത്തം ആചാരമായും അയിത്തം നിയമമായും വാണിരുന്ന ആ കാലത്ത് പെണ്ണിന്റെ മാനത്തിന് വിലയിട്ട ജന്മിത്തത്തിന്റെ ക്രൂരതയ്ക്കെതിരെ കൊടുങ്കാറ്റായി മാറിയ ഒരു നാമം, നങ്ങേലി. തന്റെ ജീവൻ തൃണവൽ ഗണിച്ചുകൊണ്ട് അവൾ കൊളുത്തിയ ആ പ്രതിഷേധത്തിന്റെ കനൽ പിന്നീട് കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച അഗ്നിപർവ്വതമായി മാറി. അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ സ്വന്തം രക്തം കൊണ്ട് ചരിത്രമെഴുതിയ ചേർത്തലയുടെ ആ വീരപുത്രിയുടെ സ്മരണയ്ക്ക് മുന്നിൽ, അവൾ അനുഭവിച്ച നിശബ്ദമായ വേദനകൾക്ക് മുന്നിൽ, ലിംഗനീതിയുടെയും സമത്വത്തിന്റെയും ഈ പോരാട്ടഭൂമിയിൽ നമുക്ക് ഈ തിരശീല ഉയർത്താം. ഇത് നങ്ങേലി, മുലക്കരത്തിനെതിരെ ഉടൽ കൊണ്ട് മറുപടി പറഞ്ഞവൾ. ഇതെന്താപ്പോ ചീരോന്റെ വിളിയല്ലേ ആ കേക്കണേ? അടിയാത്തി തീർന്നു നങ്ങേലി, ഓരെന്നെ കൊന്നേക്കണു. നങ്ങേലി, ഒരടിയാത്തിയെ വയലിട്ട് മാനം കെടുത്തി. അടിയാത്തി നാണം മറയ്ക്കാനിട്ടും കഷ്ണം ചേല ഊര് വലിച്ചു കീറി. ഇനി ഈ പൊങ്ങിൽ അടിയൻ എങ്ങനെയാ പുറത്തിറങ്ങുക? ആരാണിത് ചെയ്തത്? തമ്പ്രാനും അങ്ങേരുടെ ആ വാലിക്കാരും കൂടി. മേൽക്കുപ്പായം ഇട്ടതിന് വൈകിൽ കണ്ടവരൊക്കെ ഒരു തല്ലിപ്പരിക്കണ്. എവിടെടാ നങ്ങേലി, എവിടെയാ ചോനമുറി എന്ന് ചോദിച്ച് വല്ലാത്ത കലിപ്പിലാ ഓരി വെങ്ങടെ വരണത്. പാവം കുറമാരുടെ കുടിലൊക്കെ ഒരു ചവിട്ടി പൊളിക്കണം നങ്ങേലി. നമ്മളെ ഒരു കൊല്ലും നങ്ങേലി, ഒരു കൊല്ലും. വയലേലെ
വയലിലക്കരികത്ത് മാടത്തിൻ മുറ്റത്ത് വെയിലോലും നേരത്ത് അവൾ കൈതോലമേടയുമ്പോൾ വയലിലക്കരികത്ത് മാടത്തിൻ മുറ്റത്ത് വെയിലോലും നേരത്ത് അവൾ കൈതോലമേടയുമ്പോൾ വേഗത്തിൽ വന്നെത്തി തമ്പ്രാന്റെ കാര്യസ്ഥ മുലക്കരം ചോദിച്ചു ഒളി കണ്ട് പായിച്ചു പാവം നങ്ങേലി നൊന്ത് തേങ്ങി നങ്ങേലി. നമ്മുടെ മാറ് പിളർക്കണ ഈ മുറിപ്പാടുകളല്ലപ്പോ വേദന. പള്ളേക്കടിക്കണ ഈ പട്ടിണിയും നടുകുണിക്കണ ഈ അടിമപ്പണിയുമാണ് കേട്ടോ കൊടും ക്രൂരത. ഇനിയും നമ്മൾ തലകുനിച്ച് നിന്നാല് നമ്മുടെ കുഞ്ഞിക്കിടാങ്ങൾക്കും ഇതേ ഗതിയാവും. എണീക്കിൻ മനുഷ്യരെ, ചാവുണ്ണുന്നതിലും ഭേദം തൻ്റെ ഇടത്തോടെ ചാവണതാണ്. മിണ്ടണം നമ്മൾ. ഇപ്പോൾ മിണ്ടിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? ഉടനെന്തോ ഓർത്തിട്ട് മുടി മാടിക്കെട്ടിട്ട് തുടുകണ്ണീർ മായ്ച്ചല്ലോ അവൾ ഉടൽ തുള്ളി വന്നല്ലോ. ഉടനെന്തോ ഓർത്തിട്ട് മുടി മാടിക്കെട്ടിട്ട് തുടുകണ്ണീർ മായ്ച്ചല്ലോ അവൾ ഉടൽ തുള്ളി വന്നല്ലോ. അരിവാളെടുത്തിട്ട് മുല നീട്ടി ചെത്തിട്ട് വാഴിലിൽ വച്ചല്ലോ അരിശത്താൽ നിന്നല്ലോ. നങ്ങേലി മരിച്ചിട്ടില്ല. അവൾ മുറിച്ചു മാറ്റിയത് സ്വന്തം മാംസമല്ല, മറിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണാൻ മടിച്ച ഒരു വ്യവസ്ഥിതിയുടെ അഹന്തയെയാണ്. അടിച്ചമർത്തപ്പെട്ടവന്റെ മൗനം ഭീരുത്വമല്ലെന്നും അത് പൊട്ടിത്തെറിച്ചാൽ അധികാരത്തിന്റെ കോട്ടകൾ തകർന്നടിയുമെന്നും ആ ചോരത്തുള്ളികൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനു വേണ്ടി തുടങ്ങിയ ആ പോരാട്ടം ഇന്നും അവസാനിച്ചിട്ടില്ല. വിവേചനത്തിന്റെ ഓരോ തരിപ്പിലും ലിംഗനീതി നിഷേധിക്കപ്പെടുന്ന ഓരോ ഇടത്തിലും നങ്ങേലി ഒരു കനലായി എരിഞ്ഞുകൊണ്ടേയിരിക്കും. ഓർക്കുക, ഉടലല്ല ഉയിരാണ് അഭിമാനം, കീഴടങ്ങലല്ല ചെറുത്തുനിൽപ്പാണ് ചരിത്രം. യൂട്യൂബ് ബ്രൂട്ടസ്, നീയും ചരിത്രത്തിൽ ഇത്രയും മൂർച്ചയുള്ള മറ്റൊരു ചോദ്യമില്ല. ഒരു ദേശത്തെ സേവിച്ചതിന്, വരും തലമുറയുടെ ഭാവി സുരക്ഷിതമാക്കാൻ ശ്രമിച്ചതിന് ഒടുവിൽ കിട്ടുന്ന സമ്മാനം എന്താണെന്നോ? പിന്നിൽ നിന്നൊരു കുത്ത്. ഉണ്ടാക്കിയെടുത്ത പൈതൃകവും അർഹിച്ച അംഗീകാരങ്ങളും നിഷേധിക്കപ്പെട്ട് സ്വന്തം രക്തത്തിൽ വീണ് കിടക്കുമ്പോഴാണ് ആ തിരിച്ചറിവുണ്ടാകുന്നത്. കൊന്നത് ശത്രുക്കളല്ല, മറിച്ച് വിശ്വസിച്ചവരാണെന്ന്. സീസർ റോമിനെ നയിച്ചത് അധികാരത്തോടും ആവേശത്തോടും കൂടിയായിരുന്നു. എന്നാൽ ബ്രൂട്ടസോ രാഷ്ട്രീയ ലാഭത്തിനും പണത്തിനും വേണ്ടി സ്വന്തം ഗുരുവിനെ പിന്നിൽ നിന്നും ആക്രമിച്ചു. ഇത് റോമിലെ മാത്രം കഥയാണെന്ന് കരുതരുത്. ചുറ്റുമൊന്ന് നോക്കൂ. വാർത്തകളിൽ, നമ്മുടെ ക്യാമ്പസുകളിൽ, എന്തിന് നമ്മുടെ ഈ ഗ്രാമത്തിൽ പോലും നമുക്കിടയിൽ വേഷം മാറിയ ബ്രൂട്ടസുമാരുണ്ട്. പാവപ്പെട്ട ജനങ്ങൾ, അവർ എപ്പോഴും ഇരകളാണ്. ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ, പറയുന്ന നുണകൾ വിശ്വസിക്കാൻ വിധിക്കപ്പെട്ടവർ. അവർക്കറിയില്ല തങ്ങൾ കൊന്നത് ആരെയാണെന്ന്, തങ്ങൾ ഇല്ലാതാക്കിയത് സ്വന്തം ഭാവിയെ തന്നെയാണെന്ന്. ആ ചതിയുടെ വെള്ളപൂശിയ മുഖം മൂടി വലിച്ചു കീറാൻ, ബ്രൂട്ടസിന്റെ വഞ്ചന ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അവിടെ ഒരു മാർക്ക് ആന്റണി വേണമായിരുന്നു. വാക്കുകൾക്ക് ഹൃദയങ്ങളെ ചലിപ്പിക്കാനും ചരിത്രത്തെ മാറ്റാനും ശക്തിയുണ്ട്. നമുക്ക് നാളെയും മാർക്ക് ആന്റണിമാരെ വേണം. ആരായിരുന്നു യഥാർത്ഥ സീസർ എന്നും ആരാണ് ചതിയനായ ബ്രൂട്ടസ് എന്നും ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് ആളുകൾ വേണം. അല്ലെങ്കിൽ ഈ ബ്രൂട്ടസുമാർ നമ്മുടെ ജനാധിപത്യത്തെയും സമ്പദ് വ്യവസ്ഥയും സമാധാനത്തെയും തകർത്തെറിയും. വിശ്വസാഹിത്യത്തിലെ ഏറ്റവും ശക്തമായ വരികൾ ചതിയുടെയും വിശ്വസ്തതയുടെയും വാക്ചാതുര്യത്തിൻ്റെയും നേർക്കാഴ്ച. Friends, Romans, countrymen, lend me your ears.
I've come to bury Caesar, not to praise him. The evil that men do lives after them. The good is oft interred with their bones. So let it be with Caesar. The noble Brutus had told you Caesar was ambitious. If it were so, it was a grievous fault. And grievously had Caesar answer for it. Here, under leave of Brutus and the rest, for Brutus is an honorable man. So are they all honorable men. Come I to speak at Caesar's funeral. He was my friend, faithful and just to me. Yet Brutus says he was ambitious, and Brutus is an honorable man. He had brought many captives home to Rome, whose ransoms did the general coffers fill. Did this in Caesar seem ambitious? When the poor have cried, Caesar had wept. Ambition should be made of sterner stuff. Yet Brutus says he was ambitious, and Brutus is an honorable man. You all did see that on Lupercal I thrice presented him a kingly crown, which he thrice refused. Did this seem ambitious? But Brutus says he was ambitious, and Brutus, sure, is an honorable man. I speak not to disapprove of what Brutus spoke, but I speak what I do know. You all did love him once, not without a cause. What cause withholds you then to mourn for him? O judgment, thou art fled through this brutish beast, and men have lost their reasons. Bear with me. My heart is there in the coffin with Caesar, and I must pause till it comes back. പ്രിയപ്പെട്ടവരെ, കണ്ണകിയുടെ നീതിബോധം മുതൽ നങ്ങേലിയുടെ ത്യാഗം വരെ ഇതാണ് നമ്മുടെ പൈതൃകം. ഇതാണ് നമ്മുടെ ഗുരുകുലം കരിക്കുലം ഫോർ ഹ്യൂമാനിറ്റി. ഇന്ന് യന്ത്രങ്ങൾ നമുക്ക് പുതിയൊരു കഥ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം എളുപ്പമാണെന്നും നമ്മളെയെല്ലാം ഒരേപോലെ ആക്കാമെന്നും. പക്ഷേ ഈ വേദിയിൽ നിന്ന് കുട്ടികളെ നോക്കൂ. മനുഷ്യൻ്റെ ആത്മാവ് അത്ര എളുപ്പമല്ല. അത് സങ്കീർണമാണ്, സർഗാത്മകമാണ്, അതാർക്കും അടിമപ്പെടാത്തതാണ്. 1993 ഗുരുകുലം തുടങ്ങിയ ഈ യാത്ര ഇന്നും തുടരുന്നു. സത്യത്തിന് വേണ്ടി പോരാടുന്ന, ചരിത്രത്തെ ബഹുമാനിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന ഒരു ഗോത്രമായി നമുക്ക് നിലനിൽക്കാം. അന്യഗ്രഹ ജീവികൾ ആകാശത്തു നിന്നല്ല വരുന്നത്, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ സ്ക്രീനുകളിൽ നിന്നാണ്. അതിനെതിരെ നമുക്ക് ജാഗരൂകരാകാം. കാടുമരഹള്ളിയിലേക്ക്, മരങ്ങാട്ടുപള്ളിയിലേക്ക് സ്വാഗതം. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയ ചന്ദ്രദാസൻ സാറിനെ നമുക്ക് പരിചയപ്പെടാം. കേരളത്തിൽ നിന്നുള്ള പ്രശസ്തനായ നാടക സംവിധായകൻ, നടൻ, എഴുത്തുകാരൻ, വിവർത്തകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ചന്ദ്രദാസൻ. കോട്ടയത്താണ് അദ്ദേഹം ജനിച്ചത്. കോട്ടയം CMS കോളേജിലായിരുന്നു പഠനം. എറണാകുളം സെൻറ്റ് ആൽബർട്ട് കോളേജിലെ കെമിസ്ട്രി വിഭാഗം പ്രൊഫസറായിരുന്നു അദ്ദേഹം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ബാംഗ്ലൂർ RRC ഡയറക്ടർ ബോർഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. നാടകരംഗത്തെ സംഭാവനകൾ: ലോകധർമ്മി തിയേറ്റർ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. കുട്ടികൾക്കായുള്ള തിയേറ്റർ ഗ്രൂപ്പായ മഴവില് സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. ഗ്രാമവേദി വല്ലാർപാടം, ഭാഷാപേരി തൃപ്പൂണിത്തറ തുടങ്ങിയ ഗ്രാമീണ നാടകവേദികളിലൂടെയാണ് അദ്ദേഹം നാടകരംഗത്ത് സജീവമായത്. തെരുവുജാഥ, രാജാവിൻ്റെ ചെണ്ട തുടങ്ങിയ ആദ്യകാല നാടകങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. നിരവധി നാടകങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവയാണ് കർണഭാരം, മീഡിയ, ലങ്കാലക്ഷ്മി, വിശ്വവിഖ്യാതമായ മൂക്ക്, ദ്രൗപദി, കാളി നാടകം, ശാകുന്തളം. ഫിൻലാൻഡ്, ലിത്വാനിയ തുടങ്ങിയ രാജ്യങ്ങളിലെ കലാകാരന്മാരുമായി സഹകരിച്ചും അദ്ദേഹം നാടകങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നാടകത്തിന് പുറമെ മലയാള സിനിമകളിലും അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്, എസ്ര, സ്കൂൾ ബസ്, ഗ്യാങ്സ്റ്റർ, കളിമണ്ണ് തുടങ്ങിയ മലയാള സിനിമകളിലും അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. അദ്ദേഹത്തെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഇനി അധികം ദീർഘമായി സംസാരിക്കേണ്ടതൊന്നുമില്ല.
കാട് മരഹള്ളി എന്ന ഈ ദിവസത്തെ അവതരണം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം സാർത്ഥകമാക്കുന്നത്. എറണാകുളത്ത് നിന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ചു വന്നത് ഒരു നഷ്ടമായി എന്നൊരു തോന്നലില്ല. ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ളൊരു ആശയമുണ്ട്. സാധാരണ സ്കൂളുകളിൽ നമ്മൾ ധാരാളം പ്രോഗ്രാംസ്, കലാപരിപാടികൾ കാണും. അങ്ങനെ ഒരു കുറച്ച് കലാപരിപാടികൾ എന്നതിനേക്കാളപ്പുറം നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമ്മൾ എവിടെ നിൽക്കുന്നു, എന്താണ് നമ്മുടെ ചരിത്രം, എന്താണ് നമ്മുടെ സംസ്കാരം, എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ നമ്മളെ തിരിച്ചറിയിക്കാൻ ശേഷിയുള്ള വിധത്തിലുള്ള ഒരു കുറേയധികം പ്രോഗ്രാമുകൾ ചെയ്തത്. ചിലപ്പതികാരം മുതൽ നങ്ങേലി വരെയുള്ള കഥ, അത് വെറും കഥകളല്ല, ഇന്നത്തെ നമ്മുടെ ജീവിതമായി കൂടി അതിനെ ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം എന്നാണ് നമ്മളോട് ഈ കലാരൂപങ്ങൾ പറഞ്ഞത്. അല്ലാതെ അതൊരു കഥയാണ്, നാടകമാണ്, അതൊരു നൃത്തമാണ്, അത് കണ്ട് ആസ്വദിക്കുക എന്നതിനപ്പുറം ഇന്നത്തെ നമ്മുടെ ജീവിതവുമായി അതിൻ്റെ ബന്ധമുണ്ട്. ഇതൊരു മനുഷ്യൻ ഒരൊറ്റ ഗോത്രമാണ്. ആ ഗോത്രത്തിൽ പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നവരെല്ലാം വളരെ സന്തോഷകരമായിരുന്നില്ല. ധാരാളം കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കലഹങ്ങളുടെ അർത്ഥഹീനത, ഈ ഗോത്രബോധം ഉണ്ടാവേണ്ട ആവശ്യം തുടങ്ങിയവയെല്ലാം ഇന്നത്തെ പരിപാടികളിലൂടെ ആവിഷ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇതിനെ സാർത്ഥകമാക്കുന്നത്. കുട്ടികൾ തീർച്ചയായിട്ടും ഇവിടെ അവതരിപ്പിക്കുന്ന കലാകാരന്മാർക്ക് പോലെ തന്നെ ഇത് കണ്ടിരുന്നവർക്കും ഈ സന്ദേശം ലഭിച്ചിട്ടുണ്ടാവും. അഭിനയിച്ചവർക്ക്, ഇവിടെ അരങ്ങിൽ വന്നവർക്ക് അവരുടെ ശരീരം കൊണ്ട് കൂടി അവർ അറിഞ്ഞതുകൊണ്ട് അവരുടെ ഭാവിയിലേക്കുള്ള ജീവിതത്തിൽ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. കൂടുതൽ നല്ല മനുഷ്യരാവാൻ, കൂടുതൽ ഭംഗിയായി തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനൊക്കെ അവരെ സഹായിക്കും. അപ്പോൾ ആ ഒരു സന്ധിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് രാജേഷിനെയും ജോർജ് സാറിനെയും ഒക്കെ എൻ്റെ സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. എൻ്റെ നാടക പ്രവർത്തനം ആരംഭിച്ചത് എറണാകുളത്തല്ല, ഇവിടെ നിന്നാണ്. ഞാൻ കണ്ട ആദ്യ നാടകം ജോർജ് സാർ അഭിനയിച്ച. താങ്ക് യു. ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, അധ്യാപകരെ, കാട് മര ഹള്ളി എന്നത് ഒരു സങ്കല്പമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഗ്രാമമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും സമൂഹമാണ്. അത് മരങ്ങാട്ടുപള്ളിയാണ്, കുറവലങ്ങാടാണ്, മണ്ണക്കനാടാണ്. ഈ ഓരോ ഗ്രാമവും ഒരു കുടുംബമായിരുന്നു. ചന്ദ്രദാസൻ സാറ് പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഈ അവസരത്തിൽ ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. നമ്മുടെ ഗ്രാമം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്, നമ്മുടെ ഗോത്രമാണ്. അതിൽ നമ്മൾ കൈമോശം വരുത്തരുതാത്ത ഒരേ ഒരു കാര്യം നമ്മുടെ ആത്മബന്ധവും സ്നേഹവുമാണ്. ഈ സ്നേഹത്തിനും ഈ ആത്മബന്ധത്തിനും അപ്പുറം ലോകത്ത് വിലപിടിപ്പുള്ളതായി മറ്റൊന്നുമില്ല. സാറ് വളരെ പ്രഗത്ഭനായ, ഇവിടെ വിവരിച്ചതിനപ്പുറത്ത് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ വില നമുക്ക് വഴിയെ മനസ്സിലാവും. തുടർന്നും ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാവും. ഇതിനു മുമ്പ് അദ്ദേഹം ഇവിടെ 2024 നമ്മൾ യൂത്ത് ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ വിധികർത്താവായി എത്തിയിരുന്നു. അദ്ദേഹം നിങ്ങൾ കാണുന്ന, ഇന്ന് സിനിമയിലും നാടകത്തിലും കാണുന്ന വളരെ പ്രമുഖരായിട്ടുള്ള പല കലാകാരന്മാരുടെയും ഗുരു കൂടിയാണ്. അദ്ദേഹം ആഗോളതലത്തിൽ പ്രശസ്തനായ ഒരു കലാപ്രവർത്തകനാണ്. ഇതിനേക്കാൾ ഉപരി മണ്ണക്കനാട് എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ യാത്ര ഇപ്പോഴും ലോകധർമ്മിയിലൂടെ തുടരുന്നു ആഗോളതലത്തിൽ. അതിന് കാരണക്കാരനായ, അതിന് ഒരു ഇൻസ്പിരേഷൻ നമ്മുടെ എല്ലാം ഗുരുവായ ജോർജ് സാറാണ് എന്നറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവരെ ഒരു വേദിയിലേക്ക് കൊണ്ടുവരണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അദ്ദേഹം തന്ന ഡേറ്റ് ഫെബ്രുവരി 6 തൻ്റേതല്ലാത്ത കാരണത്താൽ, പ്രപഞ്ചശക്തികളുടെ അനുഗ്രഹത്താൽ ഫെബ്രുവരി 6 തന്നെ ആനുവൽ ഡേ നടത്തി. കൃത്യമായി ആ ദിവസമല്ലാതെ മറ്റൊരു ദിവസം അദ്ദേഹത്തിന് അവൈലബിൾ അല്ലായിരുന്നു. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള ഫെസ്റ്റിവലുകളിൽ അദ്ദേഹത്തിൻ്റെ നാടക അവതരണമുണ്ടായിരുന്നു. കറക്റ്റായിട്ട് പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം ഇവിടെ എത്തി. നമ്മളോട് പറഞ്ഞിരുന്ന സമയത്ത് മുഴുവൻ നമ്മളോടൊപ്പം ചെലവഴിക്കുകയും കാടുമരഹള്ളി എന്ന നമ്മുടെ കുട്ടികളുടെ ചെറിയ എളിയ കലാരൂപം ആസ്വദിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്തു. ഈ അവസരത്തിൽ അദ്ദേഹത്തോടുള്ള ലേബർ ഇന്ത്യ കുടുംബാംഗങ്ങളുടെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും നന്ദി അറിയിക്കുന്നു.